ആദ്യമായിട്ട് ഇതുവരെ ധ്യാനം കൂടിയിട്ടില്ലേ കുട്ടികളുടെ? അങ്ങനത്തെ ആൾക്കാർ എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. ഓക്കെ, ധ്യാനം, നമ്മൾ ഈ ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നിട്ടാ, ഈ ധ്യാനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നിട്ടാ, ഒന്ന് നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ, രണ്ടാമത് യേശുവിനെ കുറിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ, മൂന്നാമത് നമ്മുടെ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ, പാവത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരാനാണ് ധ്യാനം നടത്തുന്നത്. ആദ്യം ഒരു ധ്യാനം കേൾക്കുമ്പോൾ നമ്മളറിയാം, കളിയുടെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കടന്നു വരിക അല്ലേ? കളിക്കേണ്ട സമയമാണ് ഈ സമയം അല്ലേ? എല്ലാവരും കളിച്ചോണ്ടിരിക്കണോ? എല്ലാവരും സ്കൂളിൽ കൂടിയിട്ട് കളിക്കാൻ പോലും കുട്ടികളായില്ലേ?